Hello and welcome back to One Days Academy. Welcome to another session of daily news analysis. 19th June 2024 articles are we discussing. So the article that we are going to discuss in main perspective, causes of forest fires in Himachal Pradesh, impacts of the USA decoupling its economy, concerns related to infrastructure project planned for Great Nicobar, learning from Ahmedabad Heat Action Plan. And in prelims perspective, joint doctrine for cyberspace operation and Philobo latest manipularis mushrooms. Article taken from the Hindu newspaper, causes of forest fire in Himachal Pradesh. Okay, from recent ആയിട്ട് ഹിമാചൽ പ്രദേശിൽ നടന്നിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഫയറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. നമുക്കറിയാം മെനി കൈൻഡ്സ് ഓഫ് ഫോറസ്റ്റ് ഫയർ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഡിക്കേഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഫോറസ്റ്റ് ഫയറുകൾ നമുക്ക് ഹിമാചൽ പ്രദേശിൽ കാണാൻ പറ്റും. ഇപ്പൊ ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്രാൻസിഷൻ സോണാണ്. അതുപോലെ തന്നെ ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം ഉള്ളതാണ് ഹിമാചൽ പ്രദേശ്. അറിയാം, ഹിമാചൽ പ്രദേശ് നടന്ന സമയത്ത് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസിനും അതുപോലെ തന്നെ നോർമൽ എക്കോസിസ്റ്റത്തിന്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ ഏരിയ ആണ് ഒരു ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ആ എക്കോസിസ്റ്റത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റുന്ന ഒരു കാര്യമാണ്. GS പേപ്പർ 3 ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. സോ നിലവിലത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ഈ ഒരു ഫോറസ്റ്റ് ഫയറിന് ശേഷം ഹിമാചൽ പ്രദേശിലുള്ള കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ഡാമേജ് എക്സ്റ്റൻഷൻ നമുക്ക് നോക്കുകയാണ്, പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 17,000 ഹെക്ടേഴ്സ് ഫോറസ്റ്റ് ലാൻഡ് നശിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഫോറസ്റ്റ് ഫയർ കാരണം. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ആൻഡ് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കുന്ന കാര്യം, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ആക്ടിവിറ്റീസ് നശിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എസ്പെഷ്യലി ബ്ലാക്ക് കാർബണിന്റെ റിലീസ്, ഇവിടെ സ്പീഷീസുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കാർബണിന്റെ റിലീസ്, ബ്ലാക്ക് കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ ഇതിന്റെ എമിഷൻ ബേസിക്കലി നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് വാർമിങ് ഇൻക്രീസ് ചെയ്യും. ആ ഒരു ഏരിയയിൽ മാത്രം വാർമിങ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസിന്റെ ഗ്ലേസിയേഴ്സ് മെൽറ്റ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇതാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു റീസൺ. ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് നോക്കുകയാണെങ്കിൽ 2001 to 2023 വരെ 957 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് ഫയർ കാരണം ഹിമാചൽ പ്രദേശിൽ ഇല്ലാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ വാട്ട് ആർ ദ മേജർ കോസസ് ഓഫ് ഫോറസ്റ്റ് ഫയർ ഇൻ ഹിമാചൽ പ്രദേശ്? മെയിൻ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്രൈ കണ്ടീഷൻ. പ്രീ മൺസൂണിന് മുന്നേ ഉള്ള പ്രീ മൺസൂൺ സമ്മർ പീരീഡിൽ നമുക്കറിയാം അന്തരീക്ഷം ഡ്രൈ ആയിരിക്കും. റീസൺ ലോ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സിന്റെ അളവ് അന്തരീക്ഷത്തിൽ വളരെ വളരെ കുറവാണ്. സോ അങ്ങനെ കുറയുന്ന സമയത്ത് തന്നെ അന്തരീക്ഷം വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. മോയ്സ്ചർ ലെവല് കുറയുന്നത് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് ലെവലിൽ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു മൺസൂൺ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്നോ മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡയറക്ട്ലി വാട്ടറിലേക്കാണ് പോകുന്നത്. ട്രാൻസ്പിറേഷനിലൂടെ അന്തരീക്ഷത്തിലെ മോയ്സ്ചർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ലോ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ലോ വാട്ടർ വേപ്പേഴ്സ്, ലോ മോയ്സ്ചർ ലെവല്, എസ്പെഷ്യലി ലീഡിങ് ടു ഡ്രോട്ട് കണ്ടീഷൻസ്. ഓക്കെ, ഒരു ഡ്രൈ കണ്ടീഷൻസ് അവിടെ എൻവയറമെന്റ് ഉണ്ടാവും. സോ ദെൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എസ്പെഷ്യലി അൺഅറ്റൻഡ് ചെയ്തിരിക്കുന്ന ക്യാമ്പ് ഫയർ. കാരണം ഒരു ഫ്രജൈൽ എക്കോസിസ്റ്റം പോലെ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് സീനിക് ബ്യൂട്ടിയുള്ള ഏരിയ കൂടിയാണ് ഹിമാചൽ പ്രദേശ്. അവിടെ നടത്തുന്ന ക്യാമ്പ് ഫയർ, അൺഅറ്റൻഡ് ചെയ്തിരിക്കുന്ന ക്യാമ്പ് ഫയറുകളോ അല്ലെങ്കിൽ ഡിസ്റിഗാർഡ് ചെയ്തിരിക്കുന്ന സിഗരറ്റ് ആൻഡ് ക്യാമ്പ് ഫയർ. സോ ഇങ്ങനെയുള്ള ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് ഒക്കെ ഈ ഒരു ഫോറസ്റ്റ് ഫയറിന് കാരണമായിരിക്കാം. ഹിസ്റ്റോറിക്കൽ ഫോറസ്റ്റ് പ്രാക്ടീസസ് എന്താണ്? സോ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ ബഞ്ച് ഓക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്രീയിൽ നിന്ന് നമ്മൾ ചിർ പൈനിലേക്കുള്ള ഒരു ചേഞ്ച്. ഇപ്പൊ ചിർ പൈൻ എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ മുള പോലത്തുള്ള തടിയാണ്. അപ്പൊ ബഞ്ച് ഓക്ക് ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ബഞ്ച് ഓക്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് മാറി? ചിർ പൈനിലേക്ക് മാറാണ് നമ്മൾ ഫോറസ്റ്റ്. എന്താണ് ചിർ പൈനിലേക്ക് മാറുന്നത്? ഇതിന്റെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്, ബഞ്ച് ഓക്കിനെക്കാട്ട് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് കൂടുതലുള്ളതാണ് നമ്മുടെ ചിർ പൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഈ മരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൾണറബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. കാരണം ചിർപ്പൈൻ മുള പോലത്തെ കാര്യം എന്ന് പറഞ്ഞു, ഡ്രോട്ട് കണ്ടീഷൻസിൽ പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരു മരം കൂടിയാണ് ചിർപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഏകദേശം 1910 to 1920 കാലഘട്ടത്തിൽ
ഈ ഒരു ചിർപ്പാനിന്റെ ആ പെർട്ടിക്കുലർ ട്രീയുടെ നമ്പേഴ്സ് അവിടെ ഡ്രമാറ്റിക്കലി വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആലോചിക്കുക, ആ ഒരു മൻചോക്കിൽ നിന്ന് ചീർപ്പൈനിലേക്കുള്ള ഒരു മാറ്റം ഈ ഒരു വൾണറബിലിറ്റി കാരണമായിട്ടുണ്ടായത്. ഇതിന് ഫോൾട്ടി ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രാക്ടീസസ്. കാരണം ഫോൾട്ടി ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രാക്ടീസ് എന്താണ് പറയുന്നത്? ഫോറസ്റ്റിനെ അതിന്റെ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് മാത്രം അതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഫോറസ്റ്റിനെ അത് പ്രൊട്ടക്ട് ചെയ്യാതെ, ഇപ്പം സിർപ്പായിനെ പോലുള്ള കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ മാത്രം, അല്ലെങ്കിൽ മറ്റ് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഫോറസ്റ്റിനെ കാണുന്നത്. പ്രൊട്ടക്റ്റീവ് എലമെന്റ് ആയിട്ട് നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുന്നില്ല. സോ അങ്ങനെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഫോൾട്ട് ഫോറസ്റ്റ് ആക്ടിവിറ്റിയിലാണെങ്കിലും ഈ റിസ്ക് ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം ഫോറസ്റ്റിനെ നമ്മൾ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേ കാര്യം. സോ വാട്ട് ഷുഡ് ബി ദ വേ ഫോർവേഡ്? ഓക്കെ, ദ വേ ഫോർവേഡ് ഹിമാചൽ പ്രദേശിലെ ഫോറസ്റ്റ് കുറക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ലോക്കൽ കമ്മ്യൂണിറ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. കാരണം ഈ ഫോറസ്റ്റ് ഫയർ ഒക്കെ ക്വിക്കലി റെസ്പോണ്ട് ചെയ്യുന്നത് അതിന് തൊട്ടടുത്തുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആയിരിക്കും. സോ ലോക്കൽ കമ്മ്യൂണിറ്റിന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക, ക്വിക്കലി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ഒരു ഫോറസ്റ്റിനെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഈ ചിർപൈൻ ട്രീസിനെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ഏകദേശം ടോട്ടൽ 70.8% ഓഫ് ഹിമാചൽ പ്രദേശിലെ ഫോറസ്റ്റ് ഏരിയ ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത് ചിർപൈൻ ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ ചിർപൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ട്രീനെ മാറ്റിയിട്ട് കുറച്ചുകൂടി മിക്സ്ഡ് ഫോറസ്റ്റ് ക്രൈറ്റീരിയ ഉണ്ട്. മിക്സ്ഡ് ഫോറസ്റ്റ് എന്താണ് മിക്സ്ഡ് ഫോറസ്റ്റ്? ബഞ്ചോക്കും ചിർപൈനും അതുപോലെ തന്നെ മറ്റ് മോയ്സ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് തീപിടിക്കാത്ത തരത്തിലുള്ള മരങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ മിക്സ്ഡ് ഫോറസ്റ്റ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും. സോ ഇംപ്ലിമെന്റ് വാട്ടർ കൺസർവേഷൻ. ദാറ്റ് മീൻസ് ഹിമാചൽ പ്രദേശിലെ ചെക്ക് ഡാമുകളും അതുപോലെ തന്നെ സ്പ്രിംഗ്ലേഴ്സും ഉപയോഗിക്കാം. ഓക്കെ, വാട്ടർ സ്പേസ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലേഴ്സും അതുപോലെ തന്നെ ചെക്ക് ഡാംസുകളൊക്കെ പണിയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വാട്ടേഴ്സിനെ നമുക്ക് ഹ്യൂമിഡിറ്റി കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഏത് ഡ്രൗട്ട് കണ്ടീഷനിലാണെങ്കിലും കൂടുതൽ വാട്ടേഴ്സിനെ നമുക്ക് അന്തരീക്ഷത്തിൽ എത്തിക്കാൻ പറ്റും. ഈ ഡ്രോട്ട് കണ്ടീഷൻ, ഡ്രൈ കണ്ടീഷൻസ് തടയാൻ നമുക്ക് സാധിക്കും. ഓക്കെ, കാരണം ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ഹോൾഡിംഗ് ഏരിയാസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർ ഡ്രൈ ആവാനുള്ള സാധ്യത കുറവായിരിക്കും. ഇംപ്രൂവ് ദ ഫോറസ്റ്റ് പ്രാക്ടീസസ്. ദാറ്റ് മീൻസ് ഈ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിനെ നോക്കിക്കാണുന്നതിന് പകരമായിട്ട് ഒരു ടിമ്പർ, നമുക്കൊരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസിലുള്ള ഫോറസ്റ്റ് പ്രാക്ടീസസും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ടിമ്പർ. ഒരു കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫോറസ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന ലെവലിൽ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫൈനലി 16th ഫിനാൻസ് കമ്മീഷൻ ഇത്തരം ഇനീഷ്യേറ്റീവിന് സപ്പോർട്ട് നൽകുന്നുണ്ടായിരുന്നു. സോ അതേപോലെ ഒരു ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്, ഇത് ബേസിക്കലി ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടാണ്. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് ഫിനാൻസ് കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യാം. അത്ര ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനും പറ്റൂ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഒരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇമ്പാക്ട്സ് ഓഫ് ദ USA ഡീകപ്ലിംഗ് ഇറ്റ്സ് എക്കണോമി. UPSC സിലബസ് GS Super 3 എക്കണോമിയെ ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സോ ഈ ആർട്ടിക്കിൾ പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ USA ചൈനയുമായിട്ടുള്ള എക്കണോമിക് ടൈഅപ്പുകൾ ഡീകപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്നിട്ട് ബേസിൽ ട്രേഡിന്റെ കണ്ടീഷൻസിൽ, അതായത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് USA അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സോ ഇത്തരം ആക്ടിവിറ്റി കൊണ്ട് എന്താണ് USA ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിക്ക് എന്താണ് സംഭവിക്കുന്നത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ അധിക നികുതി ഏർപ്പെടുത്തുന്നതിനുണ്ട്? അതാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ഇസ് ദി USA ഡീകപ്ലിംഗ് ഇറ്റ്സ് എക്കണോമി? എന്തുകൊണ്ടാണ് ഡീകപ്പിൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, പൊളിറ്റിക്കൽ മോട്ടിവേഷൻസ്. ഓക്കെ, ഈ പൊളിറ്റിക്കൽ മോട്ടിവേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താരിഫ് പ്രൈസ് ഹൈക്ക് നമ്മുടെ USA ഡൊമസ്റ്റിക് യൂണിയൻസിനെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി. കാരണം കൂടുതൽ ടാക്സുകൾ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ താരിഫ് ഇമ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് പ്രൊഡക്റ്റുകൾ ആരും വാങ്ങില്ല, ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ആളുകൾ വാങ്ങാൻ ശ്രമിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതൊരു പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് ആണ്. ഈ ഒരു വേർഡ് ആലോചിച്ചിരിക്കുക. പ്രൊട്ടക്ഷനിസം. ഓക്കെ, സിമ്പിൾ ആയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് USA ആണ് ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വരുന്നു. ഓക്കെ, ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് 100 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് വരുന്നു. അതിന് നമ്മൾ USA ഒരു 10 രൂപ എക്സ്ട്രാ താരിഫായിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് അതിന് 110 രൂപയാകുന്നു. അതുപോലെ തന്നെ ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ സെയിം ഐറ്റം ചിലപ്പോൾ 100 രൂപക്ക് 100 രൂപക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
ഇത് മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് 100 രൂപയായിരിക്കും. ഇതിനായിരിക്കും കൂടുതൽ ആളുകൾ ബൈ ചെയ്യാൻ വരുന്നത്. 110 രൂപക്ക്. അപ്പോൾ ചൈനയുടെ പ്രോഡക്റ്റിനായിരിക്കും കൂടുതൽ ഡിമാൻഡ്. അപ്പം ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ചൈനയിൽ നിന്ന് വരുന്ന സാധനത്തിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്യണം. അപ്പോൾ ഒരു 10 രൂപ എന്നുള്ളത് അവരെന്ത് ചെയ്യും? ഒരു 30 റുപ്പീസ് ആക്കി മാറ്റും താരിഫ്. ഇതാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം 100 രൂപക്ക് വിൽക്കേണ്ട സാധനം 130 രൂപക്ക് അവർ വിൽക്കേണ്ടി വരും. അപ്പം ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് 120 രൂപക്ക് കൂടുതൽ ആളുകൾ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വാങ്ങാനും തുടങ്ങും. സോ ഇതാണ് ചൈന US ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പരിപാടി. ഇത് പ്രൊട്ടക്ഷനിസ്റ്റ് മെഷർ എന്ന് വേണം പറയുന്നത്. എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതർ കൺട്രീസിന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്വന്തം ഡൊമസ്റ്റിക് എക്കണോമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ ആണെങ്കിലും പലപ്പോഴും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. ഓക്കെ, സോ എക്കണോമിക് ഇൻഡിപെൻഡൻസ് അതുപോലെ തന്നെ സെൽഫ് റിലയന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ചെയ്യുന്ന പോലെ സെൽഫ് റിലയന്റ് ആയിരിക്കാം. അപ്പം എസ്പെഷ്യലി ഇതിൽ പറയുന്നുണ്ടെങ്കിൽ USA ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രൈമറി ഹെൽത്ത് എക്യൂപ്മെന്റ്സുകളാണ്. അപ്പൊ ഹെൽത്ത് എക്യൂപ്മെന്റ്സുകൾ ഏകദേശം $640 മില്യൺ ചൈനയിൽ നിന്ന് കൂടുതലും ഈ ഹെൽത്ത് എക്യൂപ്മെന്റ്സുകൾ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള കാര്യങ്ങളാണ് US ചൈനയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതില് ഈ ഒരു ഡിപ്പെൻഡൻസി കുറക്കുക, അതിലൂടെ US കുറച്ചുകൂടി എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആയിരിക്കാം, സെൽഫ് റിലയന്റ് ആയിരിക്കാം ഈ ഒരു മാനുഫാക്ചറിങ് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിംഗ്. അതും USA മറ്റു ഉദ്ദേശമാണ്. ദെൻ ജിയോ പൊളിറ്റിക്കൽ റൈവലറി, എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഡീകപ്ലിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾസോ the primary impact because of the geopolitical tension between the both countries. That means USA ആണെങ്കിലും ചൈന ആണെങ്കിലും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസുകൾ ഉണ്ട്. അപ്പം എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് മറ്റ് പല അവരെ പരസ്പരം തന്നെ സഹായിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ചൈനയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ചൈനയ്ക്ക് കൂടുതൽ പണം ലഭിക്കുന്നു, ചൈന ഈ പണം എന്ത് ഉപയോഗിക്കുന്നു? വെപ്പണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് US ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രേഡിംഗ് റിലേഷൻസ് ചൈനയുമായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ദി USA ഡീകപ്ലിംഗ് ഈസ് എക്കണോമിക്? ഇതൊക്കെയാണ് ഇമ്പാക്റ്റുകൾ വരുന്നത്. ഇൻക്രീസ് ഇൻ ദ കൺസ്യൂമർ കോസ്റ്റ്. ബേസിക്കലി ഈ പ്രൈമറി ഹെൽത്ത് സെക്ടേഴ്സിന്റെ അകത്തുള്ള ചൈനയുടെ ഇമ്പോർട്ട്മെന്റ് കുറക്കുന്നതിലൂടെ അപ്പം ആ ഒരു ഹെൽത്ത് എക്യൂപ്മെന്റ്സ് കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസ്യൂമർ ബേസ്, USA കൺസ്യൂമർ ബേസിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതായത് USA ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ചെറിയൊരു ടെസ്റ്റിംഗ് എക്യൂപ്മെന്റ് ആണെന്ന് കരുതുക. സോ ആ ഒരു ടെസ്റ്റിംഗ് എക്യൂപ്മെന്റിനുള്ള റേറ്റ് ഏകദേശം ഒരു ടെസ്റ്റിംഗ് എക്യൂപ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി US നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ ഓൺ മേക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 150 റുപ്പീസ് ആയിരിക്കും ടെസ്റ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഹെൽത്ത് സെക്ടറിൽ മാത്രം ഉദ്ദേശിച്ച് നോക്കിയാൽ മതി. ഇത് ചെറിയൊരു ലാബ് ടെസ്റ്റ് ആണെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? USA നിന്ന് US കൺസ്യൂമേഴ്സിന്റെ കൺസ്യൂമർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്രീൻ ട്രാൻസിഷൻ. എപ്പോഴും ചൈന ഒരു ഗ്രീൻ ട്രാൻസിഷൻ, ദാറ്റ് മീൻസ് ക്ലീൻ എനർജിയാണ് ഇത്തരം മെഷീൻസുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ചൈന ഒരു ക്ലീൻ ടെക്നോളജിയാണ് ചൈന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഗ്രീൻ ട്രാൻസിഷൻ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചൊരു കാര്യമാണ് ഗ്രീൻ ട്രാൻസിഷൻ. ഓക്കെ, അത് മാക്സിമം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊക്കെ എമിറ്റ് ചെയ്യുന്ന കുറക്കുക എന്നുള്ളത് ചൈന ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ആക്ടിവിറ്റികൾ മാറും. നമ്മൾ USA പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പലപ്പോഴും നല്ല രീതിയിൽ എമിഷൻ ടാർഗറ്റുകൾ അവർക്ക് വെക്കാൻ പറ്റില്ല. സോ ഈ ഒരു ഗ്രീൻ ട്രാൻസിഷൻ സാധ്യമാവുകയില്ല ഇത്തരം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ എക്കണോമിക് ഇമ്പാക്റ്റുകൾ. എന്താണ് ഗ്ലോബൽ എക്കണോമിക് ഇമ്പാക്റ്റുകൾ? സോ ഈ ഒരു ഓസ്ട്രേലിയ അതുപോലെ തന്നെ ബ്രസീൽ പോലുള്ള കൺട്രീസുകൾ ചൈനയിലാണ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? അയേൺ ഓർ എക്സ്പോർട്ട് ചെയ്യും. ഇപ്പൊ ചൈന അയേൺ ഓറിനെ എന്താക്കി മാറ്റും? ഈ നമ്മുടെ ഹെൽത്ത് കെയർ എക്യുപ്മെന്റ്സ് ആക്കി മാറ്റുമെന്ന് കരുതാം, ഹൈപ്പോത്തറ്റിക്കലി ചിന്തിക്കാം. അതിനുശേഷമാണ് ചൈന ഇത് USA എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ എക്സ്പോർട്ട് ഇവിടെ കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയേൺ ഓറിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ബേസിക്കലി ഓസ്ട്രേലിയ, ബ്രസീൽ ചൈനയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് കുറയും. അല്ലെങ്കിൽ ഈ അയേൺ ഓർ ചൈന വാങ്ങുന്നത് വളരെ വില കുറവിനായിരിക്കും വാങ്ങുന്നത്. അപ്പൊ ചൈനീസ് ഡിമാൻഡ് കുറയുന്നതിലൂടെ തന്നെ മറ്റ് കൺട്രീസിനെയും ഇത് ബാധിക്കുന്നതാണ്. ചാലഞ്ചസ് ടു ഗ്ലോബൽ ട്രേഡ് നോംസ്. ദാറ്റ് മീൻസ് WTO എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രേഡ് നോംസിന് പലപ്പോഴും US WTOയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ള പതിവ്. കാരണം അവരുടെ ഒരു അൺപ്രാക്ടിക്കൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ട്രേഡ് റിലേഷൻസും ട്രേഡ് നോംസും വേണമെന്നുണ്ടെങ്കിൽ US ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ WTO നോംസിനെ ത്രട്ടൻ ചെയ്യുന്ന അതുപോലെ തന്നെ ഗ്ലോബൽ ട്രേഡ് സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ WTOയിലേക്ക് ഇഷ്യൂ പറയും. അപ്പൊ അത് സമയത്ത് അവർ അപ്പലറ്റ് ബോഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഒരു അപ്പലറ്റ് ബോഡി ആയിരിക്കും ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസുകൾ
സംസാരിച്ച് തീർക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഇപ്പം ഹൈ താരിഫ് ഏർപ്പെടുത്തുന്നു. യുഎസിന് കൂടുതലായിട്ടും WTO അറിയിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു എക്കണോമിക്കലി ഹൈ എൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു കൺട്രിയാണ്. സോ അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? WTO നോംസ് പോലും അംഗീകരിക്കപ്പെടുന്നില്ല. ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. സോ ഹൗ വിൽ ദ USA ഡീകപ്ലിംഗ് ഓഫ് ഇറ്റ്സ് എക്കണോമി ഇമ്പാക്ട് ഇന്ത്യ? ഇന്ത്യനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? ഇമ്പാക്ട് ഓൺ ഇന്ത്യസ് മാനുഫാക്ചറിങ്. അപ്പം എസ്പെഷ്യലി ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനുഫാക്ചർ, ഇപ്പം ഒരു ഹെൽത്ത് എക്യുപ്മെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഇവിടെ ഉണ്ടായിരിക്കുന്നത് ചൈനയിലായിരിക്കും. ബിക്കോസ് ചൈനയിൽ പ്രൊഡക്റ്റിലാണ് ആളുകൾ കൂടുതൽ വാങ്ങുന്നത്. ചൈനയുടെ പ്രൊഡക്റ്റ് ഡിമാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തൊട്ടടുത്തുള്ള രാജ്യത്തേക്ക്, അപ്പം ഈ ഇൻവെസ്റ്റർ കരുതും അവിടെ പോയിട്ട് എക്യുപ്മെന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് ചൈനീസ് കൺട്രിയുടെ ഐറ്റംസ് രാജ്യങ്ങൾ വാങ്ങുന്നില്ല. അപ്പൊ തൊട്ടടുത്തുള്ള കൺട്രി ആരാണ്? ഇന്ത്യയാണ്. അപ്പം സെയിം ഇൻവെസ്റ്റേഴ്സ് എങ്ങോട്ടേക്ക് വരും? ഇന്ത്യയിലേക്ക് വരികയും അവരുടെ ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ള മാനുഫാക്ചറിങ് ലൊക്കേഷൻ ആയിട്ട് ഇന്ത്യക്ക് മാറാനും പറ്റും. അങ്ങനെ ഇന്ത്യക്ക് ചൈനയെ ബൈപാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇന്ത്യക്ക് എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്ന് ഈ ഒരു മാനുഫാക്ചറിങ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ഇന്ത്യക്ക് നല്ല രീതിയിൽ പ്രഷർ വരാറുണ്ട്. ബിക്കോസ് അത്രത്തോളം അവർ അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജപ്പാൻ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ. സോ കൺസ്യൂമർ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ വലിയ ബ്രോഡ് ആയിട്ടുള്ള ലാർജ് കൺസ്യൂമർ ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിന് ചൈനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ വാല്യൂ, സിമ്പിൾ ആയിട്ട് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻസ് മാത്രമല്ല അവിടത്തേക്ക് പോകുന്ന ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും? അല്ലേ റിക്രൂട്ട് ചെയ്ത് ചൈനയിൽ പോകുന്നതിന് പരമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ കൺസ്യൂമർ ബേസ് ഓട്ടോമാറ്റിക് ഇൻക്രീസ്ഡ് ആണല്ലോ. അതുകൊണ്ട് ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഗെയിന് നമ്മുടെ ആർക്ക് കിട്ടും? ഇന്ത്യക്ക് ലഭിക്കുന്നതായിരിക്കും. ദെൻ ഫൈനലി ദ എക്കണോമിക് ചലഞ്ചസ്. അപ്പൊ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ചൈനയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് വളരെ ഡീപ്പാണ്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് AP, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. അപ്പം ഇന്ത്യ ദ വേൾഡ് ഓഫ് ഫാർമസി ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന മെയിൻ കാര്യം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫാർമ പ്രൊഡക്ട്സ് ആണ്. അപ്പം ചൈന ഓട്ടോമാറ്റിക്കലി ട്രേഡിങ്ങിന്റെ അത് താഴേക്ക് പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് അർത്ഥം? ഒരു APIയുടെ പ്രൊഡക്ഷൻസുകൾ അല്ലെങ്കിൽ API ലഭിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുവഴി ഇന്ത്യ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ആക്ടിവിറ്റീസുകൾ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കില്ല. ദെൻ ഫൈനലി ഇത് സംഭവിക്കും, ഈ ഒരു ഡീകപ്ലിംഗ് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. എക്സിസ്റ്റിംഗ് ട്രേഡ് റിലേഷൻസിനെ ബാധിക്കും. കാരണം ചൈനയ്ക്ക് ഇത്തരത്തിലുള്ള ലാഭം മറ്റു കൺട്രീസിൽ നിന്ന് ലാഭം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ ഇതാണ് മറ്റൊരു എക്കണോമിക് ചലഞ്ച്. ഇതൊരു നമുക്ക് രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെതായ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെഗറ്റീവ്സ് ഉണ്ട്. അത് ചൈന ഇൻക്രീസ് ചെയ്യേണ്ടത്, ട്രേഡിംഗ് ഇൻക്രീസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ഫ്രം ദ ഇന്ത്യൻ എക്സ്പ്രസ്. Concerns related to infrastructure projects planned for Great Nicobar. UPSC syllabus paper 3, economic, infrastructure and environmental conservation ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. സോ ഈ ആർട്ടിക്കിൾസിൽ ബേസിക്കലി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഏകദേശം ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു 72,000 കോടിയുടെ 72,000 ക്രോസിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവന്ന സമയത്ത് ഓപ്പോസിറ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു പ്രൊജക്ട് ഇത്രയും വലിയൊരു പ്രൊജക്ട് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ പ്രജയിലായിട്ടുള്ള എക്കണോമി എൻവയോൺമെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അർജന്റ് ആയിട്ടുള്ള റിവ്യൂ വേണമെന്നായിരുന്നു ഓപ്പോസിറ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പ്രൊജക്ട് എയിം ചെയ്തിരിക്കുന്നത്, ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന മെയിൻ കാര്യം സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു കൺസർവേഷൻ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ആണ് വേണ്ടിയിട്ടാണ്. അപ്പോൾ വാട്ട്സ് എ പ്രൊജക്ട് അബൌട്ട്? പ്രൊജക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ ഈ ഒരു പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ. അതിന്റെ പ്രൈമറി ഇംപ്ലിമെന്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, സോ ഈ ഒരു കോർപ്പറേഷൻ ആണ് ഈ ഒരു പ്രൊജക്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? ICTT മീൻസ് ഇന്റർനാഷണൽ കൊറിയർ ട്രാൻസ്ഷിപ്പ് ടെർമിനൽ. അതുപോലെ തന്നെ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട്. നിങ്ങൾക്ക് ഗ്രീൻഫീൽഡ് എന്താണ് ബ്രൗൺഫീൽഡ് എന്താണെന്ന് അറിയാം? ഇത് എയർപോർട്ട് ആണുള്ളത്, ഗ്രീൻഫീൽഡ് എയർപോർട്ട് ആൻഡ് ബ്രൗൺഫീൽഡ് എയർപോർട്ട്. ഈ ബ്രൗൺഫീൽഡ് എയർപോർട്ട് എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിനെ ബ്രൗൺഫീൽഡ് എയർപോർട്ടുകൾ എന്ന് പറയുന്നത്, ബ്രൗൺഫീൽഡ് പ്രൊജക്ടുകൾ എന്ന് പറയുന്നത്. ഗ്രീൻഫീൽഡ് എന്ന് പറയുന്നത് ഫ്രം ദ സ്ക്രാച്ച്, സ്റ്റാർട്ടിങ് മുതലേ തുടങ്ങും. സോ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2024 ഇപ്പൊ നടന്നിരിക്കുന്ന ഫിലിം സ്റ്റേബിൾസിൽ ഉണ്ടായിരുന്നു ഗ്രീൻഫീൽഡ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഗ്രീൻഫീൽഡ് ആൻഡ് ബ്രൗൺഫീൽഡ് എന്ന് വെച്ചാൽ ഗ്രീൻഫീൽഡ് എന്ന് വെച്ചാൽ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനീഷ്യൽ സ്പേസ് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്രീൻഫീൽഡ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഗ്രീൻഫീൽഡ് എയർപോർട്ട്, ഒരു ടൗൺഷിപ്പ്, ദെൻ ഗ്യാസ് ആൻഡ് സോളാർ പ്ലാന്റ്. ഗ്യാസ് ആൻഡ് സോളാർ പ്ലാന്റ് ആണ് അവർ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഏകദേശം 16,610 ഹെക്ടേഴ്സ് ഓഫ് സ്പേസുകൾ വേണ്ടി വരും, ഏരിയാസ് വേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ മലാക്ക സ്ട്രൈറ്റിന് തൊട്ടടുത്തുണ്ട്. മലാക്ക സ്ട്രൈറ്റ് എന്താണ്? പസഫിക് ഓഷ്യനെയും ഇന്ത്യൻ ഓഷ്യൻ റീജിയനെയും കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചോക്ക് പോയിന്റ് ആണ് മലാക്ക സ്ട്രൈറ്റ്. അപ്പൊ ഇവിടെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് ലഭിക്കുക എന്നുള്ളതാണ്. കാരണം പല കൺട്രീസിനെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു മലാക്ക സ്ട്രൈറ്റ് ആണ്. ഓക്കെ, സോ വൈ ഇസ് ദ കോൺഗ്രസ് പാർട്ടി കൺസേൺഡ്? കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബ്സ് അല്ല, നിക്കോബാറീസ് അതുപോലെ തന്നെ ഷോംപെയിൻ. ഇത് നോട്ട് ചെയ്ത് നോക്കുക. ഷോംപെയിൻ ആൻഡ് നിക്കോബാറീസ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സിലെ ട്രൈബൽ കാറ്റഗറിയാണ്. സോ ഈ പ്രൊജക്ട് അവരുടെ ലൈവ്ലിഹുഡിനെ എൻഡേഞ്ചർ ചെയ്യുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ എക്കോളജിക്കൽ ഇമ്പാക്റ്റുകൾ, ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഏകദേശം മില്യൺസ് ഓഫ് ട്രീസുകൾ നമ്മൾ ഫെല്ല് ചെയ്യും. സോ അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കും, ഐലൻഡിന്റെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുകയും ചെയ്യും, ഇൻക്ലൂഡിങ് അവിടുത്തെ കോറൽ റീഫ്സ്, അതുപോലെ തന്നെ എസ്പെഷ്യലി ഈ മെഗാപോഡ് ബേർഡ്, ലെതർ ബാക്ക് ടെർട്ടിൽ, ഓക്കെ. സോ മെഗാപോഡ് ബേർഡ്, ലെതർ ബാക്ക് ടെർട്ടിൽ പോലെയുള്ള എൻഡേഞ്ചർഡ് സ്പീഷീസിനെയും അത് ബാധിക്കുന്നതായിരിക്കും. ദെൻ സീസ്മിക് 2004 ഏകദേശം 15 അടിയോളം 15 ഫീറ്റ് വരെ സബ്സൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ്. സബ്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്മിക് ആക്ടിവിറ്റി കൊണ്ട് അത്രത്തോളം താഴ്ന്നു പോയിരിക്കുന്ന ഒരു ഏരിയ ആണ് ഗ്രേറ്റ് നിക്കോബാർ. ദാറ്റ് മീൻസ് ഇത് ഇൻഡിക്കേറ്റ് എന്താണ്? സീസ്മിക്കലി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകൾ അവിടെ കൊടുക്കുന്നത് അത്രയും ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ പ്രത്യേകത എന്താണ്? അത് കോറൽ ഐലൻഡുകളല്ല, ലക്ഷദ്വീപ് ഐലൻഡുകളാണ് കോറൽ ഐലൻഡുകൾ. ഇതൊരു കോറൽ ഐലൻഡുകളല്ല. സബ്സൈഡ് ചെയ്തിരിക്കുന്ന എന്തിന്റെ ഭാഗമാണ്? എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ അറിയപ്പെടുന്നത്. നിങ്ങൾ ജസ്റ്റ് മാപ്പ് നോക്കുക. സോ ലക്ഷദ്വീപ് മാത്രമാണ് നമുക്ക് കോറൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഐലൻഡ് എന്താണ്? റെമനൻസ് ഓഫ് ദ ഹിമാലയൻസ് എന്ന് വേണം പറയാം. കാരണം ഹിമാലയസ് ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല, അവിടെ മ്യാൻമാർ ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല. അവിടെ നിന്ന് വീണ്ടും കടലിന്റെ അടിയിൽ കൊണ്ടുവന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ മുകളിലേക്ക് വരുന്നതിനാണ് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് ബേസിക്കലി പറയുന്നത്. ഓക്കെ,
സോ ലാക്ക് ഓഫ് കൺസൾട്ടേഷൻ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ വളരെ കുറവായിരുന്നു. ദാറ്റ് മീൻസ് അഡിക്വേറ്റ് ആയിട്ട് അവിടുത്തെ ട്രൈബൽ കൗൺസിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രോജക്റ്റ് ഇറക്കുന്നതിന് മുന്നേ. അതുകൊണ്ടാണ് ഏകദേശം 160 സ്ക്വയർ കിലോമീറ്റർ ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റ് പ്രൊജക്ടിനെ അവിടുത്തെ ട്രൈബൽ കൗൺസിൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാതിരുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അവരതിനെ ഒബ്ജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. ലീഗൽ കൺസേൺ നോക്കുകയാണെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ NGT ഒരു ഹൈ പവേർഡ് കമ്മിറ്റി ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോജക്റ്റിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ ക്ലിയറൻസിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു ഹൈ പവേർഡ് കമ്മിറ്റിനെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതുവരെ ആ ഒരു ഹൈ പവേർഡ് കമ്മിറ്റി മേക്ക് ചെയ്തു എന്നല്ലാതെ ആ റിപ്പോർട്ടിന് ഒരു അപ്ഡേഷനും ഉണ്ടായില്ല, ഒരു ക്ലിയറൻസ് പോലും ലഭിച്ചിട്ടില്ല, അതിന്റെ അപ്ഡേഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത്. ജസ്റ്റ് കണ്ണു പൊടിയിടാൻ വേണ്ടിയിട്ട് ഹൈ പവേർഡ് കമ്മിറ്റിനെ മേക്ക് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. സോ വൈ ഇസ് ദ പ്രോജക്ട് ഇമ്പോർട്ടന്റ് ടു ഇന്ത്യ? ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്? ഒന്നാമത്തെ കാര്യം, ഇത് ഇതിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനെയും അതുപോലെ തന്നെ പസഫിക് ഓഷ്യനെ കണക്ട് ചെയ്യുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചോക്ക് പോയിന്റ് ആണ് ഈ ഒരു മലാക്ക സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സ്ട്രാറ്റജിക് പൊസിഷൻസിനെ കൊണ്ട് നമുക്ക് അവിടെ റീജിയണൽ ആൻഡ് മാരിടൈം സെക്യൂരിറ്റി അവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഒരു വാട്ടർ വേയിലേക്ക് പലപ്പോഴും ചൈനയുടെ അഗ്രസീവ് അല്ല, ചൈനയുടെ നേവൽ ഫോഴ്സ് അഡ്വാൻസ് എന്ന് കാണാറുണ്ട്. ബിക്കോസ് അവിടെയുള്ള ഭരണം അവർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു ഏരിയാസിന്റെ അകത്തുള്ള ട്രേഡിങ് ചൈനക്ക് ഏറ്റെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ചോക്ക് പോയിന്റ്. USA എന്തുകൊണ്ടാണ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെടും കാര്യം മാരിടൈം സെക്യൂരിറ്റിന്റെ അകത്ത് USA സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് എതിർത്ത് നിൽക്കാനും പറ്റുന്ന ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ ഇന്ത്യ. സോ ഇന്ത്യ വഴി ചൈനയെ എതിർക്കുക നിർദ്ദേശത്തിലാണ് ഇന്ത്യ എത്രത്തോളം USA സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മലാക്ക സ്റ്റേറ്റ്സ് ഈ രണ്ട് കൂട്ടർക്കും, മൂന്ന് കൂട്ടർക്കും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്യൻ കൺട്രീസ് നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റു കൺട്രീസ് നിന്നാണെന്നുണ്ടെങ്കിലും ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന ഈ ഒരു മലാക്ക സൈറ്റിലൂടെയാണ്. സോ ദെൻ എക്കണോമിക് ബൂസ്റ്റ്. സോ ഈ ഒരു പ്രൊജക്ട് ICTT ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ടെർമിനൽസ് മേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് കാർഗോ ഷിപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയും മാറും. കാർഗോ ഷിപ്മെന്റിന് ഓക്കെ. സോ ഇത് നമ്മുടെ ആ റീജിയണിലെ എക്കണോമിക് ബൂസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസുകൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സെക്യൂരിറ്റി കൺസേൺസ് ബേ ഓഫ് ബംഗാൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, ഈ രണ്ട് ഓഷ്യൻസിലേക്കും ചൈനയുടെ നാവൽ എക്സ്പാൻഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരിടൈം സെക്യൂരിറ്റി അതുപോലെ തന്നെ ഡിറ്ററൻസ് കാപ്പബിലിറ്റി നമ്മുടെ അഡ്വാൻസിംഗ് ഒക്കെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ മാത്രം നിന്ന് ചെയ്താൽ പോരാ, അതിന് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് അവിടെ ഡിറ്ററൻസ് എതിർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഉണ്ടായിരിക്കണം? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉണ്ടായിരിക്കണം. കാരണം മലാക്ക സ്ട്രൈറ്റ് വഴിയാണ് അവർ എത്തുന്നത്. ഇവരെ ഡിറ്റർ ചെയ്യാൻ വേണ്ടി ഇവിടുന്നതിനെക്കാട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിറ്റർ ചെയ്യാൻ സാധിക്കും. സോ മിലിറ്ററി അപ്ഗ്രഡേഷൻ. സോ ഈ ഒരു പ്രൊജക്ടിന്റെ അകത്ത് ഒരു മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ കൂടി നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ എയർഫീൽഡ്സ്, ജെട്ടീസ്, സർവൈലൻസ് ഫെസിലിറ്റീസ്. സോ ഇത് നിലവിലുള്ള നമ്മുടെ മിലിറ്ററി ഫോഴ്സസിന്റെ ഡിപ്ലോയ്മെന്റിനും അതുപോലെ തന്നെ അവരുടെ സർവൈലൻസ് എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. ദെൻ ടൂറിസം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ടൗൺഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഗ്രീൻഫീൽഡ് സിറ്റി ആയിട്ട് അത് നിൽക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റീജിയണൽ ഡെവലപ്മെന്റും എക്കണോമിക് ഗ്രോത്തുകളും ആ റീജിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മാൽദീവ്സ് പോലുള്ള കൺട്രീസ് പലപ്പോഴും നമ്മുടെ ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തണം. അത് ഈ പ്രൊജക്ട് കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നു. സോ ദെൻ നെക്സ്റ്റ് ഫൈനൽ ആർട്ടിക്കിൾ ഫ്രം മെയിൻസ് പെർസ്പെക്റ്റീവ്, ലേണിംഗ് ഫ്രം അഹമ്മദാബാദ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ, GS പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സോ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത് അഹമ്മദാബാദില് ഒരു വ്യക്തമായിട്ടുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2010 മുതൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാനുകളാണ്, ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളാണ് അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം മാത്രം എടുക്കാന്നുണ്ടെങ്കിൽ ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ചൂട് അവിടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നു, കൂടുതൽ സ്ട്രെസ്
ഹീറ്റ് വേവ്സിന്റെ സ്ട്രെസ് ആളുകളിലേക്ക് എത്തുന്നു. വളരെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണം ഈ ഒരു എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ട്. അതിന് ഒരുപാട് ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ അഹമ്മദാബാദ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എന്തെടുക്കണമെന്നല്ല, അഹമ്മദാബാദ് എടുത്തിരിക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്നുള്ള അനലൈസ് ചെയ്യുക, അത് നമുക്ക് മറ്റ് സിറ്റീസിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ആർ ദ ലെസൺ ദാറ്റ് ക്യാൻ ബി ലേൺഡ് ഫ്രം ദ അഹമ്മദാബാദ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ? മോണിറ്ററിംഗ് ഓൾ കോസ് മോർട്ടാലിറ്റി. അപ്പൊ ഹീറ്റ് ആക്ഷൻസുകൾ കൊണ്ട്, അല്ലെങ്കിൽ 2010 മുതൽ പല തരത്തിലുള്ള ഹീറ്റ് വേവ്സുകൾ ഉണ്ടായിരുന്നു. ഹീറ്റ് വേവ്സുകൾ കൊണ്ട് പലതരത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഓവറോൾ നമ്പർ ഓഫ് ഡെത്ത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പം അതില് കുറഞ്ഞ ഡെത്തുകൾ മാത്രമാണ് ഹീറ്റ് സ്ട്രോക്ക് കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ഹീറ്റ് സ്ട്രോക്ക് കൊണ്ട് മരണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലത്തെ കണ്ടീഷൻസിൽ എല്ലാ കാര്യങ്ങളും, ഓൾ കോസസ് ഓഫ് മോർട്ടാലിറ്റി ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഹീറ്റ് സ്ട്രോക്ക് കൊണ്ട് മാത്രമുള്ള മരണത്തിന് മാത്രമല്ല, ഹീറ്റ് കൊണ്ടുണ്ടാവുന്ന മറ്റ് ഇഷ്യൂസുകളും ചിലപ്പം എക്സാഗറേറ്റ് ചെയ്യും. സോ അങ്ങനെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസുകളും ഹീറ്റ് കൂടുതൽ കൊണ്ട് എക്സാഗറേറ്റ് ചെയ്യും. അപ്പൊ എല്ലാ തരത്തിലുള്ള മൊർട്ടാലിറ്റി കാര്യങ്ങളും അഹമ്മദാബാദിൽ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യും, വ്യക്തമായിട്ട് അസസ്മെന്റുകൾ നടത്താറുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാനുകളാണ് അവർ ഇറക്കാറുള്ളത്. ദെൻ സിമ്പിൾ ആൻഡ് വെൽ ഇംപ്ലിമെന്റഡ് മെഷേഴ്സുകളാണ്. സോ അഹമ്മദാബാദ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ സിമ്പിൾ മെഷേഴ്സ് ആണ്, അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യങ്ങളുമില്ല. ദാറ്റ് മീൻസ് ഏർലി വാർണിംഗ് സിസ്റ്റംസുകൾ, അതുപോലെ തന്നെ ഇന്റർ ഏജൻസി കോർഡിനേഷൻസ്, ദെൻ പബ്ലിക് അവയർനെസ് പ്ലാനുകൾ, അവയർനെസ് ക്യാമ്പയിൻസുകൾ, റെഡിനെസ് ഓഫ് മെഡിക്കൽ സർവീസസ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഹീറ്റ് വേവ്സ് ഏർലി വാർണിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മറ്റ് NGOസോ അങ്ങനെ ഏജൻസികൾ നമ്മൾ ഇന്റർ കോർഡിനേഷൻ ഈസി ആക്കും. അതുപോലെ പബ്ലിക്കിനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ അവർ പബ്ലിക് ഗവൺമെന്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യും. ദെൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മെഡിക്കൽ എമർജൻസി അവൈലബിൾ ആകുന്ന കണ്ടീഷൻ. സോ ഇതിന്റെയൊക്കെ ഒരു പ്രോപ്പർ മോണിറ്ററിംഗ്, അതുപോലെ തന്നെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, എസ്പെഷ്യലി വൾണറബിൾ ഗ്രൂപ്പിൽ. ഓക്കെ. സോ ഈ ഒരു മെഷേഴ്സുകളൊക്കെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് അത് വ്യക്തമായിട്ട് അത് മോണിറ്റർ ചെയ്യാറുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ റണ്ണിങ് പോസിബിലിറ്റീസ് അവർ ചെക്ക് ചെയ്യാറുണ്ട്. അസസ്മെന്റുകൾ, പീരിയോഡിക്കലി അസസ്മെന്റുകൾ നടത്താറുണ്ട്. പിന്നെ എസ്പെഷ്യലി വൾണറബിൾ ഗ്രൂപ്പ്സിനൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നോഡൽ ഓഫീസർ ഈ ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ എഫക്റ്റുകൾ, ലീഡർഷിപ്പ്, ലേണിംഗ്, കോർഡിനേഷൻസ്, പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സെപ്പറേറ്റ് ഗവൺമെന്റ് ഓഫീഷ്യൽ അല്ല, ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന നോഡൽ ഓഫീസറിനെ അവിടെ നിയമിച്ചിട്ടുണ്ട്. ഓക്കെ. കാരണം ഈ ഒരു ഓഫീസർ ആയിരിക്കും മെട്രോളജിക്കൽ വാർണിംഗ്സുകൾ ലഭിക്കുന്നതും ഏർലി വാർണിംഗ് സിസ്റ്റം വഴി ആളുകളെ അറിയിക്കുന്നത്, പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റൽ മെഷേഴ്സുകൾ എടുക്കുന്നത്. സോ ഡിപ്പാർട്ട്മെന്റൽ മെഷേഴ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ അലേർട്ട് ലെവലുകളൊക്കെ ഫിക്സ് ചെയ്യുന്നത്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട് എന്ന് പറയുന്നത്, അതുപോലെ അലേർട്ട് ലെവലൊക്കെ നിശ്ചയിക്കുന്നത് നോഡൽ ഓഫീസർ ആയിരിക്കും. സോ ഇൻവോൾവ്മെന്റ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഏജൻസീസ്, ദാറ്റ് മീൻസ് നമ്മുടെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ നോളജ് പാർട്ട്നേഴ്സ്, NGOs, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഏജൻസി ഉണ്ട്. നമ്മൾ ഇന്റർ കോർപ്പറേഷൻ ഓഫ് ഏജൻസി, സോറി ഇന്റർ ഏജൻസി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ പലതരത്തിലുള്ള ഏജൻസീസ് ആണ് അവരുടെ എക്സ്പെർട്ടൈസ്, അവരുടെ മീഡിയ ഔട്ട്റീച്ച്, അവരുടെ പബ്ലിക് അവയർനെസ് അല്ലെങ്കിൽ പബ്ലിക് ഔട്ട്റീച്ചുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുനിസിപ്പൽ അതോറിറ്റീസിനെ അസിസ്റ്റ് ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കോർഡിനേറ്റീവ് ആയിട്ടുള്ള എഫോർട്ടുകളാണ് ഇവർ എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇത്തരം ഏജൻസിയുടെ ഫെസിലിറ്റേഷനും ഇതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇന്ത്യയിൽ നടക്കാത്തതുമായിട്ടുള്ള, ഇന്ത്യയിൽ പല സിറ്റീസിലും നടക്കാത്തത്, നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റി നടക്കാത്തൊരു കാര്യമാണ്. ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാന്നല്ലാതെ അതിന്റെ ഇംപ്രൂവ്മെന്റും അതിന്റെ പ്രോപ്പർ ഇവാലുവേഷൻ നടക്കാറുണ്ട്. ബട്ട് ഇവിടെ ഈ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്താണെന്നുള്ളതും അത് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യും. ആ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയാസിലാണ്, ഇപ്പൊ ഫെറ്റാലിറ്റി റേറ്റ് കൂടുതലുള്ള ഏരിയാസ് എവിടെയാണ്, ആക്ഷൻ പ്ലാനുകൾ കുറവുള്ള എവിടെയാണ്, ആ ഒരു ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അവിടെ മാത്രം അറേഞ്ച് ചെയ്യും. ഓക്കെ. ടെമ്പറേച്ചർ ഡാറ്റാസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട്. സോ അതുകൊണ്ട് തന്നെ പുതിയ എലമെന്റുകൾ നമുക്ക് ഇതിനകത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. കോമൺ ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അല്ല, എഫക്റ്റീവ് ആയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരാൻ ശ്രമിക്കും. വേ ഫോർവേഡ്. വേ ഫോർവേഡ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് അഹമ്മദാബാദിൽ നിന്ന് പഠിച്ച് ഈ ഒരു മെത്തേഡ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാന്നല്ല, ഓരോ കൺട്രീസിനും, ഓരോ സിറ്റിക്കും യൂണിവേഴ്സിറ്റി ഹീറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്
യൂണിവേഴ്സൽ അല്ല ആയിട്ടുള്ള കാര്യമല്ല. ഓരോ സിറ്റീസിനും ഡിഫറെന്റ് രീതിയിലാണ് ഹീറ്റ് ആക്ഷൻസുകൾ എഫക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈച്ച് ലൊക്കേഷൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈച്ച് ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യണം. നമ്മുടെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്താണെന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യണം. സോ സ്പെസിഫിക് റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്യണം. ആ റിക്വയർമെന്റ് തന്നെ ഐഡന്റിഫൈ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചിരിക്കണം. സോ ദെൻ ടൈലേർഡ് ആയിട്ടുള്ള പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഇവന്റുകളിൽ നിന്ന് ടെമ്പറേച്ചറിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാനുള്ള പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നീട് കറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ്, ദാറ്റ് മീൻസ് എന്താണ് ഈ ഒരു ഹീറ്റ് വേവ്സിന് എതിരെയുള്ള പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസുകളോ കാര്യങ്ങളോ വ്യക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ല ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത്. സ്പെസിഫിക് ആയിട്ട് ആ ലൊക്കേഷനെ ബേസ് ചെയ്ത് സ്പേസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ മേക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു പ്രീലിം സ്പേസ് ആർട്ടിക്കിൾ. ഫസ്റ്റ് ആർട്ടിക്കിൾ ചെറിയൊരു ആർട്ടിക്കിൾ ആണ്, ജോയിന്റ് ഡോക്ട്രൈൻ ഫോർ സൈബർ സ്പേസ് ഓപ്പറേഷൻ, ബേസിക് സിലബസ് ഡിഫൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു ജോയിന്റ് ഡോക്ട്രൈൻ ഫോർ സൈബർ സ്പേസ് ഓപ്പറേഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി ഇത് കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. CDSന്റെ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഇപ്പൊ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും മറ്റ് ട്രൈ സർവീസിന്റെ ചീഫും തമ്മിൽ മീറ്റിംഗുകൾ റീസെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി, അതായത് നമ്മുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും അതുപോലെ തന്നെ മറ്റ് 3 ട്രൈ സർവീസിന്റെ ചീഫും ഉണ്ടായിരിക്കും. സോ ഇവർ 3 മീറ്റിംഗ് ആണ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി. സോ ആ മീറ്റിംഗിന്റെ അകത്ത് എടുത്തിരിക്കുന്ന ഒരു പുതിയൊരു ഡോക്ട്രൈൻ ആണ് ജോയിന്റ് ഡോക്ട്രൈൻ ഫോർ സൈബർ സ്പേസ് ഓപ്പറേഷൻസ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ആസ്പെക്ട്, നമുക്ക് എല്ലാവർക്കും മിലിറ്ററി ആസ്പെക്ടുകൾ മാത്രമേ അറിയാം. മിലിറ്ററി ആസ്പെക്ടിന്റെ അകത്തുള്ള സൈബർ സ്പേസ് ഓപ്പറേഷൻസ്, അതിന്റെ ഒരു കോൺസെപ്റ്റൽ ഗൈഡൻസ് എല്ലാ കമാൻഡേഴ്സിനും സ്റ്റാഫിനും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അതിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഒരു കോമ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് ഗണ്ണെടുത്തിട്ട് ഫയർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് മാറി സൈബർ സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഈ അറ്റാക്കുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ മിലിറ്ററി ഒഫീഷ്യൽസിന് ഈ ഒരു സൈബർ സ്പേസ് ഓപ്പറേഷനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും അതിന്റെ അവയർനെസ് കൊടുക്കാൻ സാധിക്കണം. ഓക്കെ, സോ വാർ ഫൈറ്റേഴ്സിന് ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. സൈബർ സ്പേസ് ഓൾ ലെവൽ, സൈബർ സ്പേസ് ഓപ്പറേഷന്റെ ഓൾ ലെവൽ എക്സിക്യൂഷനെ പറ്റി അവർക്കൊരു കോമൺ ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് പണ്ടത്തെ ആർമിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഗണ്ണെടുത്ത് ഫയർ ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോ സൈബർ സ്പേസ് ഓപ്പറേഷനിൽ കൂടി അവർക്ക് അവയർനെസ് വേണം എന്നാണ് പറയുന്നത്. സോ ഇതിന് സിഗ്നിഫിക്കന്റ് എന്താണ്? ഈ ഒരു ജോയിന്റ് ഡോക്ടറിന്റെ കമാൻഡേഴ്സിന് ആവശ്യമുള്ള ഗൈഡൻസുകൾ ലഭിക്കും. ഒരു സൈബർ സ്പേസ് ഓപ്പറേഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഓപ്പറേഷൻസുകളും അതിന്റെ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമ്മുടെ കമാൻഡേഴ്സിന് ലഭിക്കും. ദെൻ എൻഹാൻസിങ് ജോയിൻനെസ് ആൻഡ് ഇന്റഗ്രേഷൻ. ഈ ഒരു ഇന്റഗ്രേഷൻ എൻഹാൻസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ജോയിൻനെസ്, ദാറ്റ് മീൻസ് ട്രൈ സർവീസ് തമ്മിൽ 3 സർവീസ് തമ്മിലുള്ള ജോയിൻനെസ് അവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം 3 ഒരുമിച്ചാണ് ഈ ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സൈബർ സ്പേസിനെ പറ്റിയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ജോയിൻനെസ് നമുക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൺഗോയിങ് പ്രോഗ്രസിനെ റിവ്യൂസ് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് നിലവിലുള്ള ഒരു ഓൺഗോയിങ് പ്രോസസ് എന്താണ്, നിലവിൽ പല ട്രൈ സർവീസിലാണെന്നുണ്ടെങ്കിൽ സൈബർ സ്പേസിനെ പറ്റി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സൈബർ സ്പേസ് ഓപ്പറേഷനെ പറ്റിയിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഓൺഗോയിങ് പ്രോസസ്സിന് ആവശ്യമായുള്ള ഇൻഡ്യൂട്സ് നമുക്ക് നൽകാൻ, സൈബർ സ്പേസ് ഓപ്പറേഷൻ ഇൻഡ്യൂട്സ് നൽകാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഡോക്ടറിനെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. മൂവിംഗ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ, ഫിലോബോലിറ്റസ് മാനിപ്പുലാരിസ് മഷ്റൂം. ഇത് ഒന്നുമില്ല, കാസർഗോഡ് കണ്ടെത്തിയിരിക്കുന്ന ഒരു മഷ്റൂമാണ്. ദാറ്റ് മീൻസ് ബയോലൂമിനൻസ്, പച്ച നിറത്തിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ബയോലൂമിനൻസ് പുറപ്പെടുവിക്കുന്ന ഒരു മഷ്റൂം നമ്മുടെ കാസർഗോഡിൽ വെസ്റ്റേൺ ഘട്ടിലെ ഉൾക്കാട്ടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഈ ഒരു ആർട്ടിക്കിൾ നോക്കാൻ പോകുന്നത്. അപ്പം റീസെന്റ് ആയിട്ട് ഒരു ബയോലൂമിനസെന്റ് മഷ്റൂം, അപ്പം ഇത് എമിറ്റ് ചെയ്തിരിക്കുന്ന ബ്രൈറ്റ് ഗ്രീൻ ആൻഡ് ഗ്ലോ അറ്റ് നൈറ്റ്. നൈറ്റിൽ ഇത് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും ബിക്കോസ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് കെമിക്കൽ റിയാക്ഷൻ? അതിന്റെ അകത്തുള്ള ലൂസിഫറിൻ ഒരു പിഗ്മെന്റ്, അതുപോലെ തന്നെ ലൂസിഫറിസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈം, ഇതിന്റെ രണ്ടിന്റെയും ഒരു കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ആ സമയത്താണ് ഈ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സിമിലർ ടു അതർ ബയോലൂമിനസെന്റ് ഓർഗാനിസം ലൈക്ക് ഫയർഫ്ലൈസ് ആൻഡ്
certain marine creatures. സാധാ ഫയർഫ്ലൈസിനെ പോലെയും അതുപോലെ തന്നെ മിന്നാമിന്നിയൊക്കെ ഉണ്ടല്ലോ, അതിനെ പോലെ തന്നെ മറൈൻ ക്രിയേച്ചേഴ്സിന്റെ ഒക്കെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പോലെ തന്നെ കാര്യമാണ് ഇതിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പൊ ഇതിനെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ മഷ്റൂംസിനെ ബേസിക്കലി കണ്ടുവരുന്നത് വെച്ചാൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. മഷ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻ റീസൈക്ലർ ആണ് ആക്ച്വലി. കാരണം മഷ്റൂം നിങ്ങൾ നോക്കൂ, നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളിലോ കാര്യങ്ങളോ ഒക്കെയാണ് നമുക്ക് മഷ്റൂംസിനെ കാണാൻ സാധിക്കുക. ദാറ്റ് മീൻസ് ആ ന്യൂട്രിയന്റ് റീസൈക്കിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മഷ്റൂം സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു മഷ്റൂം ആണെന്നുണ്ടെങ്കിലും ട്രോപ്പിക്കൽ അതുപോലെ തന്നെ ഹ്യൂമിഡ് എൻവയോൺമെന്റിലാണ് കാണുന്നത്. എസ്പെഷ്യലി കുറച്ച് ഉൾവനത്തിലാണ് കണ്ടിട്ടുള്ളത്. എവിടെയാണ് കാണുന്നത്? ഡെൻസ് ഫോറസ്റ്റിൽ അബണ്ടന്റ് ആയിട്ടുള്ള ഡീക്കേയിങ് ഓർഗാനിക് മാറ്റേഴ്സ് വേണം. ദാറ്റ് മീൻസ് ഫോളൻ ട്രീസ്, ലീവ്സ്, for rich moist environment provide necessary nutrients and condition for the growth and bioluminescence. അപ്പൊ അത്തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് മഷ്റൂംസിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം അത്രത്തോളം ന്യൂട്രിയൻസ് ഇൻടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മോയ്സ്ചർ ആയിട്ടുള്ള കണ്ടീഷൻസ് വേണം. സോ ഇതിന്റെ ബയോളജിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഒരു ബയോലൂമിനൻസ് കൊണ്ടുവരുന്ന കാര്യം ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നത് ഇതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മഷ്റൂം സ്പോർട്സ് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന്റെ പ്രൊപ്പഗേഷൻസും അതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസെക്ട്സുകളാണ് വരുന്നത്. നമ്മുടെ പോളിനേഷൻ, ചെടികളുടെ പോളിനേഷൻ ചെയ്യുന്നത് വണ്ടുകൾ എന്ന് പറയുന്നത് പോലെ ഇതിന്റെ പോളിനേഷന് വേണ്ടിയിട്ട് ഇൻസെക്ട്സുകൾ ആവശ്യമാണ്. അതിനെന്ത് ചെയ്യണം? അതിന് ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യണം. അതിനാണ് ഗ്രീൻ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അബൌട്ട് മഷ്റൂംസ്. അപ്പൊ മഷ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ് നമ്മുടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. ഒരു സെക്കൻഡറി സാപ്രോഫൈറ്റിക് ഫംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂഷ്യൽ, ഒരു ക്രിട്ടിക്കൽ റോളാണ്. ദാറ്റ് മീൻസ് ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ലിറ്റർ. അതായത് ഒരു പ്ലാന്റോ കാര്യങ്ങളോ ഡീക്കെ ആയി കഴിഞ്ഞാൽ അതിനെ ആക്ച്വലി അതിന്റെ ന്യൂട്രിയൻസ് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റാനോ അല്ലെങ്കിൽ മണ്ണാക്കി മാറ്റാനോ എന്ത് കാര്യത്തിന് പ്രോപ്പർ ഡീക്കേയിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ന്യൂട്രിയൻ റീസൈക്ലിംഗ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ കോമൺ ആയിട്ടുള്ള മഷ്റൂംസുകളാണ്. അപ്പൊ ഇതിപ്പോ കണ്ടെത്തിയിരിക്കുന്നത് വെസ്റ്റേൺ ഗൾസ് റീജിയൻ ഇൻ കേരള. അപ്പം എസ്പെഷ്യലി മറ്റ് കൺട്രീസിനെ മറ്റ് സ്റ്റേറ്റുകളെ നോക്കിയിട്ട് ഇന്ത്യയിൽ വെസ്റ്റേൺ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ മഷ്റൂംസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറൈറ്റി ടൈപ്പ് ഓഫ് മഷ്റൂംസുകൾ, പോയിസണസ് ആയിട്ടുള്ളതും അല്ലാത്ത മഷ്റൂംസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗി ടൈപ്പ് മഷ്റൂം. ഫംഗി എന്ന് വെച്ചാൽ മഷ്റൂംസ് തന്നെയാണ് ബേസിക്കലി. അത് കണ്ടുവരുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗൾസിലാണ്. മെനി ഓഫ് ദീസ് ഫംഗി ആർ എൻഡമിക് ടു ദ റീജിയൻ. ഓർമ്മിക്കുക, നമ്മുടെ റീജിയനിൽ മാത്രം കണ്ടുവരുന്ന ഫംഗികളും ഈ ഒരു വെസ്റ്റേൺ ഗൾസിലുണ്ട്. ഓക്കെ, ഷോക്കേസിംഗ് യുണീക്ക് ആൻഡ് ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇത്രയുമാണ് നമുക്ക് ഒരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. നമ്മുടെ എല്ലാ ആർട്ടിക്കിൾസും കംപ്ലീറ്റ് ആയിട്ട് മൂവിംഗ് ഓൺ ടു മെയിൻസ് ക്വസ്റ്റ്യൻ ടൈം. First question, discuss the major causes of forest fires in Himachal Pradesh. Next question, discuss the strategic importance of the infrastructure project on Great Nicobar Islands for India. The third question, discuss the potential impact of USA economic decoupling from China on global trade norms and the challenges it poses to international economic relations. Fourth question, what are the reasons that can be learned from Ahmedabad's heat action plan? Okay, that's for the time being. Anyway, thank you. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ?